ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ചൂണ്ടയായിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. സംഭവം നമ്മൾ തലേന്ന് കൊഞ്ച് കോരി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കോരി വെച്ച് അത് മോട്ടർ ഇട്ട് ഉയരോടെ ഇട്ടിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് കൊഞ്ചിനെല്ലാം നല്ല കട്ട റേറ്റ്. സംഭവം മേടിക്കുന്ന നല്ല പ്രശ്നം. കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്ന് നമുക്കൊന്നും കിട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന പൈസയും കൊഞ്ച് മേടിക്കുന്ന പൈസയും രണ്ടും ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയങ്ങളിൽ കൊഞ്ച് കോരി മോട്ടർ ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് കൊണ്ടുവന്ന് കൊഞ്ച് ഇടാറാണ് പതിവ്. എന്തായാലും ചൂണ്ടയിട്ടു. നല്ല പാരയുടെയും മറ്റേടെയും ചെറിയ പറ്റക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഇട്ടു അത് ഹൂക്കായിട്ടില്ല, അങ്ങനെ അത് മിസ്സായി. നമ്മളങ്ങനെ രണ്ടാമത്തെ കൊഞ്ചിനെ എടുത്ത് കൊടുത്തു. കൊഞ്ചിനെ കൊരുക്കാൻ അറിയാത്തവർ, അതായത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അത് ഇങ്ങനെയാണ് കൊരുക്കുന്നത്. ബാലിലും കൊരുക്കാം, തലയിലും കൊരുക്കാം. നല്ല ഇറക്കമായത് പിന്നെ വെള്ളം നല്ല രീതിക്ക് വലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലണം. ഇറങ്ങി ചെന്ന് പായലിൽ ഉണ്ട്, വഴുക്കൽ കാണും, കല്ല് സൂക്ഷിക്കുക. ആരായാലും ചൂണ്ടയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക. വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല. സൂപ്പർ അനുഭവമായിരിക്കും. ഞാൻ ഒരു തവണ വീണിട്ടുള്ളൂ, അതിനുശേഷം മാക്സിമം കെയർഫുള്ളായിട്ട് ഞാൻ നിൽക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ എറിഞ്ഞിട്ട് നൈസ് അതാ കാത്ത് നിൽക്കുകയാണ്. ഇടുന്ന മുമ്പ് തന്നെ നല്ല സ്ട്രൈക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല പടപട നല്ല സ്ട്രൈക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്ട്രൈക്ക് കിട്ടി. നമ്മൾ അതിനെ എടുത്ത് കയറ്റിക്കൊണ്ട് വരികയാണ്. നല്ലൊരു ഏരിയനാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം സൈസുള്ള ഏരിയ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കുറേ നാൾ കൂടി ഇന്നാണ് നമ്മുടെ കളക്ഷനിലോട്ട് വീണ്ടും ഏരി കയറുന്നത്. ഇതാണ് ആള്. സംഭവം വലിയ അട്ടഹാസം ഒന്നുമില്ല. പിടിച്ച സമയത്ത് 2 സെക്കൻഡോ 3 സെക്കൻഡോ ഉള്ള അട്ടഹാസം ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ മിണ്ടാതെ ആശാന്താക്കി കയറി വന്നു. ഇതാണ്, നോക്കി നോക്കൂ. ഏരി നല്ല സൂപ്പർ ടേസ്റ്റുള്ള കിട്ടില്ല ടേസ്റ്റുള്ള മീനാണ് കടൽ മീനിലേക്ക്. അങ്ങനെ അതിനെ എടുത്ത് നമ്മൾ സഞ്ചിയിലോട്ടാക്കിയിട്ട് അടുത്ത നമ്മൾ കൊരുത്തെറിയാനായിട്ട് പോവുകയാണ്. നമ്മളെടുത്ത് കൊരുത്തിട്ട് നൈസാ താഴോട്ട് തന്നെ പോയി വീണ്ടും എറിയണം. നമ്മൾ നല്ല താഴോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് ബെൽറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എറിയാണ്. എറിഞ്ഞതാ ഈ അടിയിലാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആശ നമ്മുടെ ചൂണ്ടയിൽ കയറി കൊത്തിയ പാടെ പിന്നെ വിടാൻ പറ്റുമോ? പിന്നെ അവനെ നൈസായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തിരിച്ചു കയറ്റി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും മോഹവും സ്വപ്നവുമായ ഒരു ആശാനാണ് നമ്മുടെ ചൂണ്ടയിൽ കയറി കൊത്തിയിരിക്കുന്നത്. നമ്മളിതാ നല്ല രീതിക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കല്ലിൻ്റെ ഇടയിൽ മൊത്തം കയറ്റി ഇതാ കിട്ടിയിട്ടുണ്ട്. ആൾ ഹൂക്കപ്പ് ആയിട്ടുണ്ട്. കയറ്റി മാക്സിമം നമ്മളായിട്ട് ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇറങ്ങി താഴോട്ട് ചെന്നവനെ എടുക്കാൻ നോക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അടിച്ചുടനെ ആശ ആദ്യം കല്ലിനിടയ്ക്ക് കുറച്ചേരം ഇരുന്ന് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് പയ്യെ അവൻ അനക്കി ശകലം ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് വിട്ടു കൊടുത്തപ്പോഴത്തേക്ക് ആളെ വെളിയിൽ ചാടിയിട്ടുണ്ട്. കിട്ടിയതിലേക്ക് ഏറ്റവും ടോപ്പസ്റ്റ് സാധനം തന്നെയാണ്. ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാരക ടേസ്റ്റാണ്. ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കിട്ടിയ മുതൽ. നല്ല ചുമമായിരിപ്പുണ്ട്. എന്തായാലും കിട്ടിയതിൽ വളരെയധികം ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അവിടെ ചെമ്പല്ലി ആ സമയത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. പാരയും പറ്റിയാണ് ഇയാൾ കിട്ടിക്കൊണ്ടുവന്നത്. ലാസ്റ്റ് ഏകദേശം ഒരു ടൈം കഴിയാറായിട്ടുണ്ട്. അങ്ങനെ കൊരുത്ത് ഇട്ടു. അടുത്ത ലാസ്റ്റ് കൊഞ്ചാണ്. നമുക്കിന്ന് കൊരുത്തിലേക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. സംഭവം പാരയും പറ്റിയൊക്കെ അടിച്ചടിച്ച് കൊണ്ടുപോകുന്നില്ല. നമുക്കൊന്നും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒന്ന് കൊരുത്തിട്ട് ലാസ്റ്റ് കിട്ടിയൊരു മീനുണ്ട്. നമുക്ക് ജോലിയുടെ തിരക്കായതുകൊണ്ടാണ് കുറച്ച് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാറുന്നത്. ഇനി എന്തായാലും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുമ്പ് കിട്ടിയ അതേ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ ഗൈസ്, സീ യു.